അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന തംബ്നെയിൽ കണ്ട പോലെ തന്നെ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മുടെ മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്യണം. പലരും മേക്കപ്പ് റിമൂവ് ചെയ്യാതെയൊക്കെ നേരെ വന്ന് കിടന്നുറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യലും നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വരാനായിട്ട് വലിയ കാര പോലുള്ള കുരുക്കൾ വരാനായിട്ടൊക്കെ ഇത് കാരണമാകും. നമ്മൾ എന്തൊക്കെ ഫംഗ്ഷന് പോയാലും എവിടെയൊക്കെ പോയാലും എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്താലും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും അതെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കണം. അപ്പം നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പൊക്കെ ആയിട്ട് നമ്മുടെ ഫേസിൽ നിന്ന് മേക്കപ്പ് എങ്ങനെ റിമൂവ് ചെയ്ത് കളയാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. ഇപ്പം മേക്കപ്പ് റിമൂവ് ചെയ്ത് കളയാനായിട്ട് മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. അപ്പം ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്ന ലോറിയലിൻ്റെ ഒരു മേക്കപ്പ് റിമൂവർ എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ എസ്കിനോൾ എന്ന് പറഞ്ഞിട്ട് ഒരു മേക്കപ്പ് റിമൂവർ. ഇത് രണ്ടും നല്ല പ്രോഡക്റ്റാണ്. പക്ഷേ എങ്കിൽ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് നമുക്ക് ഈ മേക്കപ്പ് റിമൂവർ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയാം. ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു സൈഡ് എഫക്റ്റും ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കേ, അപ്പം നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഹെയർ എല്ലാം ഒന്ന് കെട്ടിവെക്കാം. കാരണം ഹെയറിലൊന്നും പറ്റണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. വെറുതെ ഒന്ന് ചുറ്റി വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ചാനൽ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം ഹെയർ എല്ലാം ഞാനൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് എല്ലാവരുടെ കയ്യിലും ഉള്ളതാണ് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾ കറി വെക്കാൻ യൂസ് ചെയ്യുന്ന ഏത് കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബേബി ഓയിലോ കോക്കനട്ട് ഓയിലോ എന്ത് വേണമെങ്കിലും എടുത്തു കേട്ടോ. അപ്പം ഞാൻ എല്ലാവരുടെയും അവൈലബിൾ ആയിട്ടുള്ള പാരച്യൂട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു കോട്ടൺ എടുത്തിട്ട് ജസ്റ്റ് ഈ കോട്ടണിലാക്കിയിട്ട് നമ്മുടെ ഫേസിൽ നിന്ന് നന്നായിട്ട് ഈ നമ്മൾ ഇട്ടിരിക്കുന്ന മേക്കപ്പ് എല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്തെടുക്കാം. ഇത് ഓയിലി സ്കിന്നുള്ളവർക്ക് പറ്റുമോ എന്നൊന്നും ഓർത്ത് ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഓയിലി സ്കിന്നുള്ളവർക്കായാലും നമുക്ക് കോക്കനട്ട് ഓയിൽ ഇട്ടിട്ട് നന്നായിട്ട് സ്വൈപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിത് കളഞ്ഞാൽ മതിയല്ലോ. ഈ ഓയിൽ നമ്മുടെ മുഖത്ത് നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം ഞാനിത് മുഴുവൻ ഒന്ന് സ്വൈപ്പ് ചെയ്തെടുക്കട്ടെ. ഞാൻ കോക്കനട്ട് ഓയിലിട്ടിട്ട് ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഇതുകൂടെ എടുക്കുക. അതിന് ശേഷം നമ്മൾ കണ്ണ് എഴുതിയിട്ടില്ലേ, അതെല്ലാം ഒന്ന് ജസ്റ്റ് മായ്ച്ച് കളയാം. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ലിപ്പിൽ നിന്ന് ലിപ്സ്റ്റിക്കും ഇത് വെച്ച് മായ്ച്ച് കളയാം. ഇതുകൊണ്ട് എടുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു ഫേസ് വാഷ് ഇട്ടിട്ട് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യണം. ഫേസ് വാഷ് ഇപ്പം നിങ്ങൾക്ക് ഏത് ഫേസ് വാഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആകുന്ന ഫേസ് വാഷ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ബെഞ്ചാറാസിൻ്റെ ഫേസ് വാഷാണ്. ഇത് മുൾട്ടാനി മിട്ടിയും ഓറഞ്ചും ആണ്. എനിക്ക് നന്നായിട്ട് സ്യൂട്ടാകുന്ന രണ്ട് കാര്യങ്ങളാണ് മുൾട്ടാനി മിട്ടി, ഓറഞ്ച്. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് പക്ഷേ ഏകദേശം ഇത് കണ്ടില്ല, ഏകദേശം തീർന്നിരിക്കുവാണ്. അപ്പം ഇത് റിവ്യൂ ഒന്നും അല്ല കേട്ടോ ഈ പ്രോഡക്റ്റിന്. ഞാൻ ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെ കാണിച്ചത്. ഇത് ഞാൻ ബിസ്മിയിൽ പോയപ്പോഴത്തേന് അവിടെ ഇരിക്കുന്ന കണ്ട് മുൾട്ടാനി മിട്ടി ഓറഞ്ചെന്ന് കണ്ടുകൊണ്ട് മാത്രം മേടിച്ചാണ്. പക്ഷെ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആയിരുന്നു. പക്ഷെ ഇത് തീർന്നു, അടുത്ത മേടിക്കണം. അപ്പോൾ ഈ ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ ഇവിടെ പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാവേ. ഞാൻ നന്നായിട്ടൊന്ന് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേസിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് കൺമഷിയും ലിപ് ബാമും ഇരിപ്പുണ്ട് കേട്ടോ. അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കളയാൻ ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കളയാൻ കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയണം കേട്ടോ. വീഡിയോ അല്ലെങ്കിൽ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയും. അപ്പോൾ വീഡിയോയിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രം എനിക്ക് എപ്പോഴും വീഡിയോ ചെയ്യുമ്പോഴത്തേന് മസ്റ്റായിട്ട് വേണ്ടതാണ് ലിപ് ബാമും കണ്ണെഴുതുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാനത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്.
ഇനി ഞാൻ ചെയ്യുന്നത് നമ്മൾ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കണം നമ്മുടെ ഫേസിന്. അപ്പം അതെങ്ങനെ ഉണ്ടാകുന്നത് നോക്കിയിട്ട് വന്നാലോ. ഒരു സ്പൂണ്, ചെറിയ സ്പൂണായതുകൊണ്ട്, വലിയ സ്പൂണാണെങ്കിൽ 1 സ്പൂൺ അരിപ്പൊടി മതി. ഇപ്പോൾ ചെറിയ സ്പൂണായതുകൊണ്ട് 2 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഇത് മിക്സ് ചെയ്യാനായിട്ടുള്ള തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് ലെമണും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിക്ക് പകരമായിട്ട് ആട്ട യൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ്. ഇത് ഞാനിനി ഫേസിൽ ഇട്ട് കൊടുക്കുവാണേ. ഞാൻ കുറച്ച് കട്ടിക്ക് എടുത്തേക്കുന്നത് കേട്ടോ. എനിക്ക് ഇച്ചിരി കട്ടിക്ക് എടുക്കുന്ന ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസാക്കി എടുക്കാം. പാക്കിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അതിലൊന്നും ഒരു കുഴപ്പമില്ല. എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ പറയുന്നത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കണ്ണാടി ഉണ്ട് കേട്ടോ, അതിൽ നോക്കിയാണ് ഞാൻ ഇടുന്നത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ ഒരു റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ബെല്ലിൻ്റെ ഐക്കൺ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന കാണാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ ഞെക്കുമ്പോൾ തന്നെ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. 3 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഓൾ സെലക്ട് ചെയ്തിടുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഉടനെ തന്നെ കയറി കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഇടാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, എന്തിനേലും കുറച്ച് കാര്യങ്ങൾ ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെയിൽ അയക്കാം. മെയിൽ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതുമല്ല എങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയക്കാം കേട്ടോ. എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരാവേ. ഞാൻ പാക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, സംസാരിക്കാൻ മേല. വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം കയ്യിൽ ആദ്യം എടുത്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വേണം വാഷ് ചെയ്ത് കളയാനായിട്ട് കേട്ടോ. അപ്പം ഡെയിലി ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി. 1.5 അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ മതി കേട്ടോ. വാഷ് ചെയ്ത ശേഷം എല്ലാവർക്കും അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. അലോവേര, ഇത് ഞാൻ എപ്പോഴും കാണിക്കുന്നതുകൊണ്ട് ഇന്ന് കാണിച്ചില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് എടുത്തുകൊണ്ട് വന്നത്. അപ്പം നമ്മുടെ ഈ ഒരു യെല്ലോ പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഫസ്റ്റ് കാണുന്ന യെല്ലോ, ഈ ഭാഗം യൂസ് ചെയ്യരുത് കേട്ടോ. ഇത് ചീത്തയാണ്. ഇത് കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ ബാക്കിയുള്ള ഭാഗം മാത്രമേ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പം ഇതും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഫ്രീ ആയിട്ട് നമ്മുടെ ഫേസിൽ കിടന്നുറങ്ങുകയോ അത് വേണേലും ചെയ്യാം കേട്ടോ. മേക്കപ്പ് പുറത്ത് പോയിട്ട് വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നോട് കമൻറ്റ് പറഞ്ഞായിരുന്നു, ചേച്ചി നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുന്നില്ലല്ലോ. നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ ബെല്ലൈക്കൺ ഓഫായി കിടക്കുക, അല്ലെങ്കിൽ ഒക്കേഷണലി വല്ലതും മാറിപ്പോയിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം. ഓൾ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തിടണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൽ ഐ ഡി അറിയത്തില്ലെങ്കിൽ ഞാൻ മെയിൽ ഐ ഡി കൊടുക്കാം, ഫേസ്ബുക്ക് ഐ ഡി കൊടുക്കാം, ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ഫോളോ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് അയച്ചോ മെയിൽ അയച്ചോ എന്നോട് ചോദിക്കാൻ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരാം കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.